ഓക്ലൻഡിലെ ഭൂരിഭാഗം മലയാളികൾക്കും സുപരിചിതമായ ഒരു സ്ഥലത്താട്ടോ ഞാനിപ്പോൾ ഉള്ളത്. പോളേട്ടൻ്റെ കട. ഈ കടയ്ക്ക് വേറൊരു പേരൊന്നുമില്ല, പോളേട്ടൻ്റെ കട അത്ര തന്നെ. വലിയൊരു കണ്ടെയ്നറാട്ടോ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്ക് മിസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇവിടെ കിട്ടും. നാട്ടിലെ മിക്സിയും പിന്നെ ഓടിൻ്റെ ഉരുളിയും ഇഡ്ലി ചെമ്പും പുട്ടുംകുറ്റിയും പിന്നെ സാധാരണ പുട്ടുംകുറ്റിയും ഇഡ്ലി ചെമ്പും വിളക്കുകളും മൺചട്ടിയും കൽച്ചട്ടിയും ഉരുളിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും പോരാണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട നൈറ്റിയും പിന്നെ കുട്ടികൾക്കും വലിയവർക്കും പറ്റുന്ന ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ട്രഡീഷണൽ വെയർസും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ അരിയും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. മട്ടയും പൊന്നിയും ജയയും കുറുവയും പിന്നെ തവിട് ഒട്ടും കളയാത്ത അരിയും എല്ലാം ഉണ്ട് കേട്ടോ. ന്യൂസിലൻഡിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഞാൻ ഇത്രയും ബ്രാൻഡുകളുടെ അച്ചാറ് കാണുന്നത്. അതിൻ്റെ ഒപ്പം മാങ്ങ കാന്താരി നെല്ലിക്ക കാന്താരി ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നന്നാരി ഇല്ലേ, സർവത്ത് ഉണ്ടാക്കുന്ന നന്നാരി സർവത്തും പിന്നെ നല്ല നെല്ലിക്ക കാന്താരിയും ഒരുപാട് സ്ക്വാഷുകളും RKGയുടെ നെയ്യും നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിൻ്റെയും മസാലപ്പൊടികളും നമ്മുടെ നൊസ്റ്റാൾജിയ തരുന്ന ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റും അങ്കമാലി മാങ്ങാക്കറി ഇൻസ്റ്റൻ്റ് ആണ്. അതുപോലെ മറ്റു പല കറികളുടെയും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. വെളിച്ചെണ്ണയുണ്ട്, പല പല കൊണ്ടാട്ടങ്ങളുണ്ട്, പിന്നെ എല്ലാ പൊടികളും ഉണ്ട്. ഇത് ഉണക്കക്കപ്പയല്ല കേട്ടോ, ഉണക്കച്ചക്കയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഉണക്കക്കപ്പയുണ്ട്. പിന്നെ അങ്കമാലി മാങ്ങാക്കറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ അടിമാലി കാപ്പിയും കട്ടപ്പന കാപ്പിയുടെ ഒക്കെ പൊടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മട്ടയുടെ മുറിക്കാത്ത, അതായത് കൊത്താത്ത അടയാണ്. ഇത് കൊത്തിയ അട, അതായത് അടപ്രഥമനും നമുക്ക് പാലടയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ ഉണക്ക ചെമ്മീനുണ്ട്, പിന്നെ പുട്ടുപൊടിയും പാലപ്പപ്പൊടിയും ഇടിയപ്പപ്പൊടിയും അങ്ങനെ വേണ്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സകല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഫ്രോസൺ വെറൈറ്റീസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇവിടെ. എല്ലാ തരത്തിലുള്ള ഫ്രോസൺ ഫുഡും ഉണ്ട്. അതായത് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ്, പത്തിരിയും ചപ്പാത്തിയും പൊറോട്ടയും പഴം പുഴുങ്ങിയതും പിന്നെ കുറേ സ്നാക്സും ഒക്കെ ഉണ്ട്. അതുപോലെ വെജിറ്റബിൾസ്, ചക്കയും ചക്കക്കുരും മാങ്ങയും പിന്നെ പപ്പായ. ഞാനിവിടെ വന്നിട്ട് പപ്പായ ഒന്നും ഫ്രോസൺ കണ്ടിട്ടില്ല, അത് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഡെലിവറി കഴിയുന്ന സ്ത്രീകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളത് നാട്ടിൽ നിന്നുള്ള മരുന്നുകൾ കിട്ടാൻ വേണ്ടിയിട്ടാവും. പക്ഷെ പോളേട്ടൻ്റെ കടയിൽ ഭൂരിഭാഗം മരുന്നുകൾ, അതായത് ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ട മരുന്നുകളും കുട്ടികളെ തേപ്പിക്കാനുള്ള എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഈ കാണിക്കുന്നതൊക്കെ ഫ്രോസൺ ഫിഷാണ്. ഞാനിവിടുന്ന് നല്ല അടിപൊളി കൂർക്ക, അത് ക്ലീൻഡ് കൂർക്കയായിരുന്നു കേട്ടോ. അതും 2 പാക്കറ്റ് നത്തളും പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഗംഭീരമാണേ. പോളേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കൂർക്ക വെച്ചിട്ടുള്ള ഉപ്പേരിയും നത്തൾ വെച്ചിട്ടുള്ള മീൻ വറുത്തതും നല്ല സാമ്പാറും അവിടുന്ന് തന്നെ വാങ്ങിയിട്ടുള്ള തവിട് കറയാത്ത അരി വെച്ചിട്ടുള്ള ചോറും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഡിന്നറിന്. പോളേട്ടൻ്റെ കടയ്ക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമ്മൾ പുള്ളീനെ വിളിച്ച് പറയുകയാണ് എപ്പോഴാണ് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളി വന്നിട്ട് കട തുറന്ന് തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്നാൽ ശരി, പിന്നെ കാണാട്ടോ.